ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം 1000 നോട്ട് എന്തോ കിട്ടും. അത് RBI പോയിട്ട് നമ്മൾ ആ ക്യാഷ് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇന്ന് 10,000 റുപ്പീസിന്റെ 10 രൂപ നോട്ട് കൺവേർഷനായി RBIയിലേക്ക് കയറാം. നമ്മുടെ പൈസയുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തു. 10ന്റെ നോട്ട് കിട്ടിയില്ല, 50ന്റെ കിട്ടിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ 50ന്റെ നോട്ട് സെറ്റ് ചെയ്ത് ഞങ്ങൾ RBIയിൽ കയറിയപ്പം അവിടെ ഇച്ചിരി ഭയങ്കര സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം ഫോൺ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് അകത്ത് കയറി. പിന്നെ 10ന്റെ നോട്ട് കിട്ടിയില്ല, 50ന്റെ കിട്ടിയുള്ളൂ. നാളത്തെ ട്രഷർ ഹണ്ടിന് വേണ്ടി ഞങ്ങളൊരു മൈക്ക് മേടിച്ചു. അൺബോക്സിങ് അടുത്തോട്ട് വാ കേട്ടാ, കാണാൻ പറ്റുന്നു. കൂടിയത് തന്നെ മേടിച്ചു. 1000 crore യാത്ര മതി. ഇതിന്റെ സെന്ററിൽ എനിക്ക് പറഞ്ഞു. ഓ അങ്ങനെ അങ്ങനെ ബാക്കിൽ 15 വരുന്നു. ഇപ്പൊ വിളിക്കാം. മനസ്സിലായോ? ബാക്കിൽ 15 പേര്. ഓ അങ്ങനെ ഓക്കെ. ഞാൻ സെന്ററിൽ. ആ മനസ്സിലായി. കിട്ടുന്ന കുറച്ച് ലെഫ്റ്റിലോട്ട്. അത്രയും പോണ്ട, കുറച്ച് കിട്ടുന്ന. നീ എന്നെ അത്രയും ബാക്കിലും പോലും നമുക്ക് ആ ഒരു ഇമ്പാക്ട് കിട്ടണമെങ്കിൽ എന്റെ അടുത്തെങ്കിലും ഒരു ക്യാമറ വരണം. ഓക്കെ റെഡി. നമ്മുടെ ട്രിവാൻഡ്രം മ്യൂസിയത്തിൽ വെച്ച് 15 സ്ട്രേഞ്ചേഴ്സ് 10,000 രൂപയ്ക്ക് വേണ്ടി ഇവിടെ മൊത്തം ഓടി നടന്നൊരു ട്രഷർ ഹണ്ട് നടത്താൻ പോവാണ്. അപ്പൊ നീ പെട്ടെന്ന് പ്ലാൻ ചെയ്യണം. പെട്ടെന്ന് വേണം ഈ ഷോട്ട്. ഓക്കെ ഇങ്ങനെ മൊത്തത്തിൽ. എന്നിട്ട് പെട്ടെന്ന് തിരിച്ച് അവരുടെ ബഹളം എടുത്തിട്ട് തിരിച്ചു നേരെ എന്റെ അടുത്തോട്ട് വാ. ഇത്ര ദൂരെ പോലെ അല്ല. ഓക്കെ ഇത്രയും ദൂരെ പോലെ. ഓക്കെ ജസ്റ്റ് അങ്ങനെയും വേണ്ട. ഓക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ട് പിടിച്ചോ. ഫാനൊന്നും വേണ്ട നമുക്ക്. അവരുടെ ബഹളം എടുക്കുന്നു. ഓ ജസ്റ്റ് അങ്ങനെ തിരിച്ചു അത്ര ദൂരം പോണ്ട. എന്റെ അടുത്ത് വരും ഗ്രേറ്റ് കേരള റൈസ്. ഇതിപ്പോ വാക്യാത്ത വെച്ചെടുത്താണ് കഴിയുന്നത്. കിട്ടുന്ന നീ നോക്കിയാൽ മതി. അതാണ് ഞാൻ പറഞ്ഞ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഞങ്ങളുടെ ടാസ്ക് ലെറ്റേഴ്സ് എല്ലാം ഞങ്ങൾ പ്രിന്റ് ചെയ്ത് മേടിച്ച് ഇപ്പൊ സമയം 8 മണിയായി. ഞാൻ പൊതുവെ ഇവിടെ വിഷ്ണു ട്രേഡേഴ്സ് എന്നാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെ അവരിച്ചിരി അടിപൊളിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ. ഇന്നത്തെ ഞങ്ങളുടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നാളെയാണ് ഷൂട്ട്. എക്സൈറ്റഡ് ആണ് ഇച്ചിരി അധികം. നമ്മൾ എല്ലാവരും ഇച്ചിരി എക്സൈറ്റഡ് ആണ് ഇതെങ്ങനെ ടേൺ ഔട്ട് ചെയ്യും എന്നുള്ളതിൽ. നമുക്ക് നോക്കാം. നമ്മുടെ ഗ്രേറ്റ് കേരള റൈസ് നമ്മൾ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇരുന്നത്. പക്ഷെ മഴ കാരണം നമുക്ക് ഇന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ആളുകളുടെ സേഫ്റ്റി നോക്കണം. അതേപോലെ തന്നെ നമ്മളുടെയും അത്രയും വലിയ കിടില എക്യുപ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മുടെ ഇങ്ങനെ പറയുന്നവരെ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു മൺഡേയിലേക്ക് മാറ്റാന്ന്. പക്ഷെ മൺഡേ എനിക്ക് തോന്നുന്നു മൺഡേ പറ്റത്തില്ല. കാരണം മൺഡേ സൂ അടപ്പാണ്. ഞങ്ങളുടെ ഒരു ടാസ്ക് അതിനകത്ത് വരുന്നുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ഐ തിങ്ക് ഇനി നമ്മൾ വെനസ്ഡേ വരെയെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ടീം എല്ലാരും പല ജോലികളൊക്കെ മാറ്റി വെച്ച്, സത്യം പറഞ്ഞാൽ നമ്മുടെ സ്പോൺസേഴ്സ് ഒക്കെ അവരൊക്കെ ഇച്ചിരി ടെൻഷനായി. അവർ ഈ കുറച്ച് ജ്യൂസും വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കുറച്ചധികം നഷ്ടം വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഒരു 12:30 ആയപ്പോഴേ ഞങ്ങള് ഭയങ്കര ഇരുണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ചെറിയൊരു വെട്ടം വന്നത്. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞു പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതങ്ങ് ഇന്നത്തേക്ക് ഡ്രോപ്പ് ചെയ്യാം, ലെറ്റ്സ് ഡു ദിസ് വേറൊരു ദിവസം എന്നുള്ള രീതിയിൽ ഞങ്ങൾ മാറി. ഇനി ഞങ്ങൾ വെനസ്ഡേ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ഗായ്സ്, അപ്പൊ ഇന്ന് വെനസ്ഡേ ആണ്. നമ്മള് കുറച്ച് മഴയൊക്കെ ഉണ്ട് രാവിലെ. പക്ഷെ ഇന്ന് തന്നെ നമ്മൾ ഇതിങ്ങനെ ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ രാവിലെ ചെറിയൊരു മീറ്റ് സെറ്റ് ചെയ്തു, ടീം മീറ്റിംഗ്. ഞാനതൊന്ന് കാണിച്ചു തരാം. എല്ലാരും ഒരു ഹായ് പറഞ്ഞോ. ലോട്ടറിടുത്താണ് കേട്ടോ. ഉച്ചക്ക് ചാവടിക്കാത്ത ലോട്ടറിക്കാൻ പോകും. ആരുടെ കൂടെ ഒന്ന് അവിടെ എത്തിക്കോ അവരാ. അവിടെ ടീമുകൾ ബാക്കിയുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലാം. ഈ പുള്ളിയുടെ കൂടെ പോയാൽ ഇനി 2 പേരും കൂടെ പോകും. ബാക്കി അവിടെ ഉണ്ടാ.
മൊത്തം 5 ടീമാണ്. നമ്മുടെ ട്രിവാൻഡ്രം മ്യൂസിയത്തില് 15 സ്ട്രേഞ്ചേഴ്സ് 10,000 രൂപയ്ക്ക് വേണ്ടി ഈ ഏരിയ മൊത്തം വരുന്ന ഒരു ട്രഷർ ഉണ്ട്. ഗ്രേറ്റ് കേരള റൈസ്. മഞ്ഞ മതി. സ്റ്റാർട്ട്. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് 3 സെക്കൻഡേ ഉള്ളൂ. പെട്ടെന്ന് ഒരു ലാസ്റ്റ് കണ്ടുപിടിക്കുന്നവര്. നമ്മള് പ്രീമിയത്തിന്റെ വകയായിട്ട് നിങ്ങൾ ഒരു കല്യാണോ എന്തെങ്കിലും നിങ്ങളെ വീട്ടിലോ എവിടെയെങ്കിലും നടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്റ്റേജ് ഡെക്കോറേഷൻ 30% ഫ്ലാറ്റ് ആയിട്ട് ഓഫർ. താങ്ക് യു. അവർക്ക് ഇച്ചിരി പോകേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവരെ വിടുന്നത്. റെസ്റ്റോറന്റ് കഴിഞ്ഞിട്ട് ഞങ്ങള് ടീം ഡൈനിങ്ങിനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അശ്വൻ അതിലൊക്കെ അവന്റെ ഫേസ്. എല്ലാവർക്കും എത്താൻ പറ്റിയിട്ടില്ല. വിക്കി ചേച്ചി കുറച്ച് 2-3 പേർക്ക് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങള് കുറച്ച് വിശന്നോണ്ട് നേരെ കയറി അങ്ങിരുന്നു. നമ്മുടെ കൂട്ടത്തില് എല്ലാ ഫുഡും കഴിച്ചിട്ട് ഒളിച്ചിരിക്കുന്ന ഒരാളെ കാണിച്ചു തരാം. ഒന്നും അറിയാത്തല്ലോ ഇരിക്കുന്നുണ്ടാ. കണ്ടാലെന്ത് പാവം മാന്യൻ. ഡിസൈനർ അശ്വിൻ നമ്മുടെ തംബ്നെയിൽ സെറ്റ് ചെയ്യും. അതിനെ കൊണ്ട് നടക്കൂലെന്റെ എഡിറ്റ് എങ്ങനെ ഉണ്ട്? എഡിറ്റ് കാണിച്ചു കൊടുക്കും. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തോ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? രാജൻ, നിനക്കറിയോ ഇന്നത്തെ പരിപാടി? നീ അവിടെ പറ. നിങ്ങൾക്കറിയാന്ന് വെച്ചിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അജിൻ പറയും. ഞാൻ പറയണോ? നീയല്ലേ തുടങ്ങിയത്. അശ്വിനെ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു ഫേമസ് യൂട്യൂബറിനെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. എഡിറ്റിംഗ് കഴിഞ്ഞ് 2 ദിവസം നീ സമയം എന്താ? അത് ഞാൻ പറയാം. നമ്മള് സത്യം പറഞ്ഞ എഡിറ്റിംഗ് കഴിഞ്ഞ് വെനസ്ഡേ കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞ വെനസ്ഡേ ഷൂട്ടും കഴിഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞാൽ എല്ലാരും കൂടെ ഒന്ന് ഒത്തു വരാൻ വേണ്ടി സാറ്റർഡേ വരെ കാത്തിരുന്നു. ഇപ്പൊ എല്ലാവരും ഒത്തു വന്നുകൊണ്ട് ഇന്നും എല്ലാരും ഒത്തില്ല. പക്ഷെ നമ്മൾ പോകുന്നു. ഇനി വെച്ച് താമസിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ കാർത്തിക് സൂര്യനെ കാണാൻ പോകുന്നു, നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ. നിന്നെ നീ ബ്ലോഗർ എന്ന് പറഞ്ഞ അങ്ങോട്ട് ചെല്ലുമ്പോഴേ നിന്നെ ചോട്ടി കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ തുടങ്ങുന്ന യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലുള്ള. ഓ അപ്പൊ നമ്മൾ കാർത്തിക് സൂര്യയുടെ വീടെത്തിയിട്ട് നമ്മളിന്ന് ട്രിവാൻഡ്രം മ്യൂസിയത്തിൽ വെച്ചിട്ട് ഒരു 15 സ്ട്രേഞ്ചേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പോവാണ്. എന്തായാലും നോക്കാം. എല്ലാം നല്ലതാണ്, എല്ലാം എളുപ്പമാണ്. ഇന്നെന്റെ ബർത്ത്ഡേ ഇന്നടിക്കണം. നിങ്ങൾ 3 പേരുടെ മിമിക്രി. ഗൈസ്, ചാന്തന്മാർ അവിടെ കല്യാണം വിളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒരു പയ്യന്മാര് അവന്മാരൊരു ഹെവി എഫർട്ട് ഇട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂർ ഫുട്ടേജ് എടുത്തിട്ട് അതിനെ പിന്നെ കട്ട് ചെയ്ത് 30 മിനിറ്റ് ആക്കി ഒരു ട്രഷർ കണ്ട്. അപ്പം എഫർട്ട് ഇടുന്ന എപ്പോഴും ഇറ്റ് ഷുഡ് ബി അപ്രീഷിയേറ്റഡ്, ഇറ്റ് ഷുഡ് ബി പ്രൊമോട്ടഡ്. അങ്ങനെ അവന്മാരുടെ ഞാൻ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അതിന്റെ ലോഞ്ച് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ചാനൽ മലയാളി. ഇത് അവന്റെ ഫ്രണ്ട്സ് അല്ലേടാ. ഹലോ പിള്ളേരെ.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്താണ് തമ്മിൽ അല്ലേ? അടിപൊളിയാ. ജ്യൂസ് എന്താണ് നിങ്ങളുടെ സംരംഭമാണോ? സ്റ്റാർട്ടപ്പുകളാണോ? നല്ല കാര്യം സംരംഭങ്ങൾ. അപ്പൊ ഞാൻ ലോഞ്ച് ചെയ്യണം അതിന്റെ സംഭവം. ഓക്കെ. എനിക്ക് തോന്നുന്നു ഈ വ്ളോഗ് ഇറങ്ങുന്നതിന് കുറച്ച് ദിവസം മുന്നേ പബ്ലിക് ആവും. ഒഫീഷ്യലി ലോഞ്ച് ആയി. ഞാനിത് അതിനകത്ത് വന്നപ്പോഴാണ് ഞാൻ കണ്ടില്ല മൊത്തത്തിൽ. ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. കാരണം ഓഡിയോ ശ്രദ്ധിക്കണം. കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കേസൊക്കെ അവർ ശ്രദ്ധിക്കും. ഓൾ ദി ബെസ്റ്റ്. ചാനൽ അജിത് ചന്ദ്രന്റെ ചാനൽ എല്ലാവരും ഞാൻ കല്യാണം റെസ്യൂം ചെയ്തിട്ട് ഞാൻ പറയാം ഗൈസ്, ഞങ്ങൾ ഇന്ന് കാർത്തിക് ചേട്ടനെ കാണാൻ പോയിരുന്നു നമ്മുടെ വീഡിയോ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. പുള്ളി ആക്ച്വലി നമ്മൾ വിചാരിച്ചതും കാട്ടി ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. നമ്മളെ കണ്ടുടനെ മുന്നേ വാന്നൊക്കെ പറഞ്ഞ് നമ്മളെ പിടിച്ചകത്തിരുത്തി. വീഡിയോ പുള്ളി ടിവിയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഫുൾ വീഡിയോ കണ്ടിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. നമുക്ക് വീഡിയോ അവിടെ ഇമ്പ്രൂവ് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, കുറച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടി വരും. പിന്നെ കുറെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു. നിനക്ക് പുള്ളി ഇച്ചിരി അധികം സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി പുള്ളി ഇഷ്ടംപോലെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്മുടെ വീഡിയോ പ്രൊമോഷൻ ആയാലും അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ഇനിയും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, ഏരിയസ് എല്ലാം പുള്ളി പറഞ്ഞു തന്നു. പിന്നെ നിർത്തല്ലെന്ന് പറഞ്ഞു. നമ്മള് തുടങ്ങുന്ന പോലെ അല്ല, ഇതിൽ കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് നിക്കണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഇതിപ്പോ സത്യം പറഞ്ഞാൽ ഇന്ന് രാത്രിയായി. ഞങ്ങൾ പുള്ളീനെ ഉച്ചയ്ക്കാണ് കണ്ട. പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ്, ഇപ്പം നിങ്ങൾ കാണുന്ന വീഡിയോ ബിഹൈൻഡ് ദ സീൻസ് ആയിരിക്കും. അപ്പൊ ആ വീഡിയോ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് നിൽക്കുമ്പം ആണ് മനസ്സിലായത് നമ്മൾ ഔട്ടർ എടുത്തിട്ടില്ല. ഞാൻ ഷർട്ട് പോലും ഇട്ടിട്ടില്ല. അതെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും ബിഹൈൻഡ് ദ സീൻസ്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.